സുന്നി വിഭാഗങ്ങളിലെ തർക്കം രൂക്ഷമാകുന്നു. കാന്തപുരത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കാന്തപുരം വിഭാഗത്തിന് 100ാമത് വാർഷികം ആഘോഷിക്കാൻ അർഹതയില്ലെന്ന് ഇ.കെ. വിഭാഗം സംസ്ഥ. യഥാർത്ഥ സുന്നി സമൂഹം തങ്ങൾ തന്നെയാണെന്നും 100ാമത് വാർഷികവുമായി മുന്നോട്ടു പോകുമെന്നും കാന്തപുരം വിഭാഗം. കാന്തപുരം എ.പി. വിഭാഗം സംസ്ഥയെ പരിഹസിച്ച് സമസ്ത ഇ.കെ. വിഭാഗം പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കാന്തപുരം സുന്നി സംസ്ഥയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതാണ് ജിഫ്രി തങ്ങളെ പ്രകോപിതനാക്കിയത്. യഥാർത്ഥ സമസ്ത തങ്ങളായിരിക്കെ 100ാം വാർഷികം ആഘോഷിക്കാൻ കാന്തപുരത്തിന് അവകാശമില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാദം. മുസ്ലിം സാമുദായിക സംഘടനകൾക്കിടയിലെ പ്രബല ശക്തികളാണ് സുന്നി വിഭാഗം. ആ സുന്നികൾക്കിടയിൽ തന്നെയുള്ള വേർതിരിവാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള എ.പി. സുന്നി സംസ്ഥയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന ഇ.കെ. വിഭാഗം സുന്നി സംസ്ഥയും. ഇരു വിഭാഗങ്ങളും തമ്മിൽ ആശയപരമായ ഭിന്നതകൾ വളരെയധികം ശക്തമാണ് താനും. മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രബല ശക്തികളായ സുന്നി സമൂഹം വേർതിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ലെന്നും പരസ്പരം വിട്ടുവീഴ്ചകളിലൂടെ ഐക്യപ്പെടണമെന്ന വിധത്തിലുള്ള ചർച്ചകൾ ഇടക്കാലത്ത് ഉയർന്നുവെങ്കിലും ആ നീക്കം എവിടെയും എത്തിയില്ല. മാത്രവുമല്ല, അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. പൊതുവെ ലീഗ് അനുകൂല സമീപനമാണ് ഇ.കെ. വിഭാഗത്തിനുള്ളത്. എ.പി. വിഭാഗത്തിനാകട്ടെ CPM അനുകൂല ചായ്വിനായിരുന്നു മുൻതൂക്കം. അതുകൊണ്ടുകൂടിയാണ് എ.പി. വിഭാഗം സംസ്ഥയെ അരിവാൾ സുന്നികൾ എന്ന് വിശേഷിപ്പിച്ചു വന്നത്. സമീപകാലത്ത് ആവിധം സമീപനങ്ങളിൽ നിന്നും വലിയ മാറ്റം കാന്തപുരം വിഭാഗത്തിന് ഉണ്ടായി എന്ന വസ്തുതകൾ കൂടിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇടതു നയങ്ങളെ വിമർശിച്ച് കാന്തപുരം ഇടയ്ക്ക് രംഗത്ത് വന്നിരുന്നത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. യഥാർത്ഥ സമസ്ത തങ്ങളായതിനാൽ മറ്റാർക്കും 100ാം വാർഷികം ആഘോഷിക്കാൻ അവകാശമില്ലെന്നാണ് ഇ.കെ. വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങൾ. അതുകൊണ്ടാണ് കാന്തപുരം വിഭാഗം നടത്തുന്ന 100ാം വാർഷികത്തെ ഇവർ ശക്തമായി എതിർക്കുന്നതും തള്ളിപ്പറയുന്നതും. എല്ലാവരും ആഘോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഇനി മുജാഹിദീനുകളും ആഘോഷവുമായി വരുമോ എന്ന വിധത്തിൽ ജിഫ്രി തങ്ങൾ നടത്തിയ പരിഹാസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. മഹാന്മാർ സ്ഥാപിച്ചതാണ് സമസ്ത. വിശ്വാസം, പ്രവർത്തനം, ആചാരം ഇതെല്ലാം ശരിയാവണം. ഇതെല്ലാം ലംഘിച്ചാൽ അത് ഷിയാക്കളുടേതായി മാറും. അതുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ദീനുകൾ നിലനിൽക്കാൻ സമസ്ത നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ സമസ്തയെ ശക്തിപ്പെടുത്തുകയും വേണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങൾ ഈ വിധത്തിലാണ്. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് 100ാം വാർഷികം എന്ന തീരുമാനത്തിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് കാന്തപുരം വിഭാഗം. യഥാർത്ഥ സുന്നി സംഘടന തങ്ങളാണെന്ന് വാദിച്ചുകൊണ്ട് എ.പി. വിഭാഗം സമസ്ത 100ാം വാർഷികവുമായി മുന്നോട്ട് പോവുകയാണ്. യുദ്ധം പരിഹാരമല്ല എന്ന സന്ദേശം മുന്നോട്ട് വെച്ചാണ് കാന്തപുരം വിഭാഗം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. സംസ്ഥാനത്തുടനീളം സമാധാന റാലികൾ നടക്കും. ഇതിനു മുന്നോടിയായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ലോക സമാധാന സമ്മേളനം നേരത്തെ നടന്നിരുന്നു. കൂടാതെ എ.പി. വിഭാഗം സംസ്ഥയ്ക്ക് കീഴിലുള്ള 10,000-ലധികം മദ്രസകളിലും 500-ലധികം സ്കൂളുകളിലും പ്രത്യേക അസംബ്ലി ചേരാനും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുക്കാനും കാന്തപുരം വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, പ്രസിഡന്റ് ഇ. സുലൈമാൻ മുസ്ലിയാർ, സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എ.പി. വിഭാഗത്തിന്റെ ഈ നീക്കമാണ് ഇ.കെ. വിഭാഗത്തെ പ്രകോപിതരാക്കിയത്. യഥാർത്ഥ ഇസ്ലാം ഒറ്റക്കെട്ടായിരുന്നുവെന്നും വഹാബികൾ പിത്തനുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വിമർശിച്ചുകൊണ്ടും ജിഫ്രി തങ്ങൾക്ക് പിന്തുണ നൽകിയും ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ള സമസ്ത നേതാക്കളും രംഗത്ത് വന്നതോടെ സാമുദായിക നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരുകൾ മറനീക്കി പുറത്തെത്തിയിരിക്കുകയാണ്. സമസ്ത ഒരു സംഘടനയല്ലെന്നും അള്ളാഹുവിന്റെ ദീനാണെന്നും അതിനെ വിമർശിക്കുന്നവർ അള്ളാഹു വിരുദ്ധരാണെന്നും ഉമർ ഫൈസി മുക്കം തുറന്നടിച്ചത് ഈ സന്ദർഭത്തിലാണ്. സാമുദായികമായും സാംസ്കാരികമായും മുസ്ലിം സമൂഹം അത്രയധികം പരാധീനതകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരു സമസ്തയും ഈ വിധത്തിൽ പോർവിളികൾ മുഴക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മുസ്ലിം സാമുദായിക സംഘടനാ നേതൃത്വത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇരമ്പുന്നുമുണ്ട്. സമസ്തയിലെ ഇരുവിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ എങ്ങനെയത് നടപ്പാക്കുമെന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ഇരുവിഭാഗം സമസ്തയുടെയും പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയമായി അതേറെ ഗുണം ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നത് തന്നെയാണ് അവർക്ക് മുന്നിൽ ഉയരുന്ന പ്രധാന ചോദ്യം.